വെള്ളത്തിൽ മുങ്ങിയ പട്ടാമ്പി പാലത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്താത്തതിലും പാലം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്തതിലും വ്യാപക പ്രതിഷേധം. പട്ടാമ്പി പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയാത്തത് അധികൃതരുടെ നിസ്സംഗതയാണെന്ന് ആരോപിച്ച് പട്ടാമ്പി പാലത്തിൽ UDF പ്രതിഷേധം സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ജനങ്ങളുടെ വഴിമുടക്കിയ അധികാരികളെ പട്ടാമ്പി പാലത്തിലെ വെള്ളമിറങ്ങി 6 ദിവസമായിട്ടും ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ നിസ്സംഗത കാണിക്കുകയാണെന്ന് ആരോപിച്ചാണ് UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി പാലത്തിന് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിലവിൽ പ്രാഥമിക പരിശോധന മാത്രമാണ് പാലത്തിൽ പൂർത്തിയാക്കിയത്. വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിശദ പരിശോധന നടത്തി പാലത്തിലൂടെ ഗതാഗത സൗകര്യം നടപ്പാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പട്ടാമ്പി അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു കിടക്കുകയാണ്. ഒരു ദുരന്ത ഭൂമി പോലെ പട്ടാമ്പിയിലെ കടകൾ തുറക്കാൻ പറ്റാതെ പട്ടാമ്പിയിലെ ആളുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട രീതിയിലാണ് ഇന്ന് പട്ടാമ്പിയുടെ ദുർഘട അവസ്ഥ എന്നുള്ളിടത്താണ് ഐക്യജനാധിപത്യ മുന്നണി 6ാം ദിവസമായിട്ടും പാലത്തിലൂടെ അതിന്റെ ബലപരിശോധന നടത്താൻ കഴിയാത്ത അധികാരവർത്തികളുടെ നിഷ്ക്രിയതയെ ചോദ്യം ചെയ്യുന്നതിനാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്താണ് അവസ്ഥ? നഗരസഭ എന്നൊന്നുണ്ടോ? നഗരസഭയിൽ ഒരു ചെയർമാൻ ഉണ്ടോ? നഗരസഭയിൽ മറ്റംഗങ്ങളുണ്ടോ? നഗരസഭ അവിടെ ഉറക്കം തൂങ്ങിക്കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. പട്ടാമ്പിയിൽ ആദ്യം ഒരു പ്രശ്നമുണ്ടായാൽ പട്ടാമ്പി നഗരസഭ ഉന്നതമായ അധികാരികളെ വിളിച്ചുണർത്തിക്കൊണ്ട് അടിയന്തരമായി പരിഹാരം കാണേണ്ട ആദ്യത്തെ ചാലകശക്തി പട്ടാമ്പി നഗരസഭയാണ്. നഗരസഭ ഉറക്കം തൂങ്ങിക്കിടക്കുന്നു. പിന്നെ രണ്ടാമത് വേണ്ടതോ പട്ടാമ്പിയുടെ MLA ജനപ്രതിനിധി. ആ MLA ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി പോകുകയല്ലാതെ ഇതിന് ആത്മാർത്ഥമായി 8 കൊല്ലം കൊണ്ട് പുതിയ പാലം പുതിയ പാലം പുതിയ പാലം എന്ന് പ്രസംഗിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതല്ലാതെ എവിടെയാണ് പുതിയ പാലം? ഞാൻ നിങ്ങൾ കാണുന്നുണ്ടോ? പട്ടാമ്പി 67 നിർമ്മിച്ച ഈ കോസ്വേ അന്നുണ്ടായിരുന്ന വാഹനങ്ങളല്ല, അന്നുണ്ടായിരുന്ന ജനസംഖ്യയല്ല. ഇന്ന് പട്ടാമ്പിയിലെ ഏറ്റവും ദുരിതമായ അവസ്ഥ, ഇന്നലെ ഒരു ഡയാലിസിസ് രോഗി തൃത്താലയിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്. ആഴ്ചയിൽ 3 ദിവസം ആ ഡയാലിസിസ് രോഗിക്ക് അദ്ദേഹത്തിന്റെ ഡയാലിസിസ് ചെയ്യണം. കാശില്ല, കടം വാങ്ങി പിരിവെടുത്തിട്ടാണ് അദ്ദേഹം ഡയാലിസിസ് സെന്ററിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന് സേവനയിലും നമ്മുടെ നിളയിലും അതേപോലെ തന്നെ പെരിന്തമണ്ണ മൗലാനിയിലും ഒക്കെ ഇങ്ങനെ 100 കണക്കിന് ഡയാലിസിസ് രോഗികളുണ്ട്. മന്ത്രി തന്നെ പങ്കെടുത്ത കഴിഞ്ഞ മാസം ചോലക്കൽ വെച്ച് 100-300ഓളം ഡയാലിസിസ് രോഗികളാണ് ഈ പ്രദേശത്ത് അവിടെ ഫണ്ട് വാങ്ങാനെത്തിയത്. ഇത്രയും രോഗികൾ പാലത്തിന്റെ അപ്പുറവും ഇപ്പുറവും ചികിത്സിക്കാൻ കാശില്ലാത്തവർ എങ്ങനെയാണ് ചെറുതരുത്തി പാലത്തിലൂടെ പട്ടാമ്പിയിലേക്ക് കടന്ന് വണ്ടി വിളിച്ചു പോകാൻ അവരുടെ എവിടുന്നാണ് പൈസ? നിലവിൽ പാലത്തിലൂടെ കാൽനടയാത്ര മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. പാലത്തിൽ വിശദമായ ബലപരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ വാഹന ഗതാഗതം അനുവദിക്കുകയുള്ളൂവെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. നിലവിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പാലത്തിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്നത്. ഞാങ്ങാട്ടിരി ഭാഗത്തു നിന്ന് പട്ടാമ്പിയിലെ വിദ്യാലയങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥികളാണ് ഏറെ ബുദ്ധിമുട്ടിലായത്. പ്രായമായവരും രോഗികളും പാലം കടക്കാനും ഏറെ പ്രയാസപ്പെടുന്നുണ്ട്.